സർ, നികുതി വിഹിതവും കടം വാങ്ങാനുള്ള അവകാശവും കേന്ദ്രം വെട്ടിക്കുറച്ചതാണ് കുടിശ്ശിക വരാൻ കാരണം. അത് മനസ്സിലാക്കി സർക്കാരിനോട് സഹകരിക്കുകയാണ് ജീവനക്കാർ ചെയ്തത്. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ ബാധ്യസ്ഥമാണ്. സർ, ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രഖ്യാപനങ്ങൾ നടത്തുകയാണ്. സർവീസ് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ അവസാന ഗഡുവായ 600 കോടി രൂപ ഫെബ്രുവരിയിൽ തന്നെ വിതരണം ചെയ്യും. സർ, ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ 2 ഗഡു ഈ സാമ്പത്തിക വർഷം തന്നെ അനുവദിക്കും. അത് PF ലയിപ്പിക്കുന്നതാണ്. 1900 കോടി വരും അത്. സർ, ജീവനക്കാരുടെ DA കുടിശ്ശികയുടെ 2 ഗഡുക്കളുടെ ലോക്കിൻ പീരീഡ് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഒഴിവാക്കി നൽകുന്നു. അപ്പോൾ അതവർക്ക് ലഭിക്കും. സർ, നാം ജീവിക്കുന്ന ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. മാറ്റങ്ങളെ അഖണ്ഡമായ ജാഗ്രതയോടെ വിലയിരുത്തി നിരന്തരം സ്വയം നവീകരിച്ചുകൊണ്ടല്ലാതെ വ്യക്തികൾക്കോ സമൂഹത്തിനോ മുന്നോട്ട് പോകാനാവില്ല. കേരള സർക്കാരിൻ്റെ വികസന ധനനയങ്ങളെ നിർണ്ണയിക്കുന്നത് നിരന്തര നവീകരണത്തിൻ്റെതായ ഈ കാഴ്ചപ്പാടാണ്.